ഇപ്പോൾ NIA മുൻ SP ശ്രീ TK രാജ്മോഹൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്മോഹൻ, ഇപ്പോൾ ഇന്നലെ NIA പുറത്തുവിട്ട ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് തടിയന്റെ അവിടെ നസീർ ജയിലിനുള്ളിൽ കിടന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ, പ്രത്യേകിച്ച് തടവുകാർക്കിടയിൽ മതതീവ്രവാദം വളർത്താനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ജയിൽ ഡോക്ടർ, ഒരു ജയിലിനകത്ത് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള ആളാണ് ഒരു ജയിൽ സൈക്കാട്രിസ്റ്റ്. അങ്ങനെ പരപ്പനാഗ്രഹാരയിലെ ജയിൽ സൈക്കാട്രിസ്റ്റും ഒരു പോലീസുകാരനും ഉൾപ്പെടെ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. എന്താണ് അങ്ങേക്ക്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതെ, തടിയന്റെ നസീർ എന്ന് പറഞ്ഞാല് ഞാൻ അറസ്റ്റ് ചെയ്ത് അക്യൂസ്ഡ് ആണ്. ഓക്കെ, അദ്ദേഹം ഇതിന്റെ ഈ തലക്ക് പിടിച്ചിരിക്കുകയാണ്. അയാൾക്ക് ആക്ച്വലി അയാളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാനും അയാളുടെ പല സ്ഥലത്തും അയാൾ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ജയിലിനകത്തും സംഭവിക്കുമെന്ന് അന്ന് തന്നെ നമ്മളെല്ലാം പറഞ്ഞാണ്. ഈ ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട് അയാളുടെ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ കൺവിക്ട് ചെയ്യുന്ന ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട് അയാളെ വാച്ച് ചെയ്യണം. സ്വാഭാവികമായിട്ടും NIA പോലെ ഏജൻസികൾ എല്ലാ സമയത്തും വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അയാൾ എവിടെയും അയാളെ കൊണ്ടുപോയി വെച്ചാൽ, ഇപ്പൊ ജയിലിനകത്തായാലും അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായിട്ടും അയാളെ വളരെ ക്ലോസ് വാച്ചിലാണ് NIA വെച്ചിരിക്കുന്നത്. അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ സംശയത്തിന് അയാൾ നിർത്തും. അപ്പൊ തീർച്ചയായിട്ടും NIA ചെയ്ത ഈ കാര്യങ്ങൾ അവർക്ക് നേരത്തെ തന്നെ ഉള്ള സംശയത്തിന്റെ മുകളിൽ അവർ ത്രൂ ഔട്ടായിട്ട് അതിന് എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് ഇവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് നല്ലൊരു വാർണിംഗ് സിഗ്നലാണ്. ഇതുപോലെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇത് തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാം. ഈ നെറ്റ്വർക്ക് എത്രമാത്രം സ്ട്രോങ് ആണ് എന്നത് കൂടിയാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഒരു ജയിൽ സൈക്കാട്രിസ്റ്റ്, അവിടെ ഉള്ള ഒരു ASI, ഈ ഒളിവിൽ പോയ ഈ പ്രതികളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ അമ്മ, അങ്ങനെ ആ നെറ്റ്വർക്ക് എത്രമാത്രം വൈവിധ്യമുള്ളതും സ്ട്രോങ്ങുമാണ്, ശക്തവുമാണ് എന്നതിന്റെ ഒരു സൂചന കൂടിയല്ലേ ഈ ഒരു അറസ്റ്റ് തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അതിന്റെ നെറ്റ്വർക്ക് അത്ര ഡീപ്പാണെന്ന് മാത്രമല്ല, അത് ഓരോ ആക്ഷനും കൊണ്ട് ഓരോ ഭാഗവും കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നമ്മുടെ ഏജൻസികൾ അതിന്റെ പിറകെ തന്നെ കൂടിയിരിക്കുന്നത്. കാരണം ഏത് നിലയിലേക്കും ഏത് സമൂഹത്തിലെ ഏത് തട്ടിലുള്ള ആൾക്കാരെയും സ്വാധീനിക്കാൻ പറ്റും. കാരണം അവരുടെ തലയിൽ ഇത് കുത്തിവെച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിക് തീവ്രവാദമോ അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെതിരായിട്ട് അവർക്കുള്ള അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കൂടി ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടി ബന്ധപ്പെടുത്തി അവരെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ബ്രെയിനിനകത്ത് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പൊസിഷനോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാരാണെന്നോ ഒന്നും അവർ ചിന്തിക്കില്ല. അവർക്ക് മനസ്സിനകത്ത് ഇത് മാത്രമായിരിക്കും വൺസ് ഇത് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കാം ഈ അറസ്റ്റ് ചെയ്ത സൈക്കാട്രിസ്റ്റും അയാളുടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ASIയുടെ അറസ്റ്റ് ഇയാളെ ഇവിടെ നിന്ന് വിവിധ കോടതികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കോടതികളിലേക്ക് കൊണ്ടുപോകുന്ന വിവരങ്ങൾ കൃത്യമായി പുറത്തേക്ക് അറിയിക്കുന്നതാണ് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. അപ്പോൾ നമ്മൾ എത്ര കണ്ട് NIAയുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോഴും ജയിലിനകത്തും ഇയാളുടെ കാര്യങ്ങൾ എന്താണോ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് സമാനമായ രീതിയിൽ ജയിലിനകത്തും വളരെ ആക്റ്റീവായി ഇതൊക്കെ ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം അതിന് ഈ പല തട്ടിലാണല്ലോ നമ്മുടെ സംവിധാനം ഉള്ളത്. കാരണം സ്റ്റേറ്റ് പോലീസ് ഉണ്ട്, പിന്നെ ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്, കൂടാതെ NIA ഉണ്ട്, മറ്റേ IB ഉണ്ട്, പല ഏജൻസികളുണ്ട്. അപ്പൊ പല ആൾക്കാരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഇതിനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടാവും. ഈ സ്റ്റേറ്റ് പോലീസിനകത്തോ അല്ലെങ്കിൽ മറ്റൊരു ഇന്റലിജൻസ് ഏജൻസിക്കകത്തോ പുഴുക്കുത്തുകൾ ഉണ്ടാവും. അവരെ എസ്കോർട്ട് ചെയ്തുകൊണ്ടുന്ന പോലീസുകാരെ സ്വാധീനിക്കും. ഇപ്പം പൊതുവെ തന്നെ എസ്കോർട്ടൊക്കെ പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഓൺലൈനിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണം. അങ്ങനെ ഓൺലൈനിലാണ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ കഴിയുന്നതും ഈ ബാഹ്യ കോണ്ടാക്ട് ഒഴിവാക്കണം. എന്നാലും ഈ ജയിലിനകത്ത് പല സംഭവങ്ങളിലും അല്ലെങ്കിൽ പല സമയത്തും പല സെലിബ്രേഷൻ നടക്കുമ്പോൾ പല ആൾക്കാരായിട്ട് അറിയാതെ ബന്ധപ്പെട്ടു പോകും. ആ ബന്ധപ്പെടുന്ന ആൾക്കാരെ ബ്രൈബ് ചെയ്യും, അതിനായിട്ട് പണം ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട പല സെൽസും ഈ രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ട്, പല സ്ലീപ്പർ സെൽസും ഉണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. അപ്പൊ ഈ നെറ്റ്വർക്കിനെ ഭേദിച്ചുകൊണ്ട് ഈ നെറ്റ്വർക്കിന്റെ എല്ലാ സ്ഥലങ്ങളും ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് NIA പോലെയുള്ള ഒരു പാൻ ഇന്ത്യ ഏജൻസി വളരെ
വളരെ ശുഷ്കാന്തിയിട്ടും വളരെ കൂലങ്കഷമായിട്ട് കാര്യങ്ങളും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ പല കേസിൽ ഇപ്പൊ ഇയാൾ തന്നെ മൂന്നോളം ജീവപര്യന്തമാണ് അയാളിപ്പം തടവിൽ കിടക്കുന്നത്. അവിടെ പല കേസുകൾ ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അന്വേഷണ ഏജൻസികൾ വളരെ ജാഗരൂകമായി പ്രവർത്തിക്കണം. ഇനിയും വരുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസും ഉണ്ടാവും. അതെല്ലാം വാച്ച് ചെയ്ത് ഈ ആൾക്കാരെ ബന്ധപ്പെടുന്ന എല്ലാ തട്ടിലുള്ള ആൾക്കാരും, സീനിയർ ഓഫീസർമാർ മുതൽ താഴെക്കെട്ട് തട്ടുള്ള ആൾക്കാർ വരെ ഇവരായി ബന്ധപ്പെടുന്ന ആൾക്കാരെ ക്ലോസ് വാച്ച് ചെയ്ത് ഇനിയും അന്വേഷണം NIA തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ. അദ്ദേഹമാണ് ഈ തടിയൻ്റെ എവിഡൻസിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ജയിലിനുള്ളിലും ഈ മതതീവ്രവാദം വളർത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ, അത് ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം വിശദമായി നടന്നത്. അതിലാണിപ്പോൾ 3 പേർ അറസ്റ്റിലായിട്ടുള്ളത്.